കോൺഗ്രസ് സിറ്റിംഗ് എംപിമാരിൽ ആശങ്ക. പലർക്കും വിജയസാധ്യതയില്ലെന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കനകോലുവിന്റെ വിലയിരുത്തൽ. പത്തനംതിട്ടയിലും ആലത്തൂരിലും പുതിയ പേര് നിർദ്ദേശിച്ച നേതാക്കൾ. സുധാകരന്റെ പിന്മാറ്റത്തിലും പരാജയഭീതിയെന്ന സൂചന. അതോടൊപ്പം തന്നെ KPCC സെക്രട്ടറിമാരെ സുധാകരൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിലും പരാതിയുമായി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നിർബൻ, അതായത് കനകോലു എന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ വലിയ രീതിയിലുള്ള ആശങ്കയാണ് സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കടക്കുമെന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? അഞ്ജന, ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടുള്ള കനകോലു നേരത്തെ തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ കാര്യങ്ങളിൽ അന്നത്തെ റിപ്പോർട്ട് KPCC ചർച്ച ചെയ്ത ശേഷം മണ്ഡലത്തിൽ കൂടുതൽ MPമാർ സജീവമാവണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കാര്യങ്ങൾ ഗുണകരമല്ല എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ച് VD സതീശനും K സുധാകരനും ഒപ്പം തന്നെ KC വേണുഗോപാലുമായി രാത്രിയോടുകൂടി കനകോലു നേരിട്ട് ആശയവിനിമയം നടത്തി. അതിലാണ് പുതിയ ചില ആശങ്കകൾ കൂടി കനകോലു മുന്നോട്ട് വെച്ചത്. സിറ്റിംഗ് MPമാരിൽ പലർക്കും വിജയസാധ്യതയില്ല. നിലവിലുള്ള സാഹചര്യം UDFിന് അനുകൂലമല്ല. അന്ന് ഉണ്ടായിരുന്ന പ്രത്യേക സാഹചര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയപരമായി ഒരു പൊളിറ്റിക്കൽ അജണ്ട തീരുമാനിക്കാനുള്ള പരിസ്ഥിതി ഇപ്പോൾ UDFിനില്ല എന്നതാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ അത് വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ കോൺഗ്രസ് സജീവമല്ല എന്ന നിർദ്ദേശവുമുണ്ട്. വലിയ തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് സ്ഥാനാർത്ഥികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായി പത്തനംതിട്ട, ഒപ്പം തന്നെ ഈ പറയുന്ന ആലത്തൂർ സീറ്റിനെ സംബന്ധിച്ചും പരസ്യമായി നേതാക്കൾ പ്രാദേശിക തലത്തിൽ പറയുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചാലക്കുടി സീറ്റ്, ബെന്നി ബെഹനാൻ മത്സരിക്കുന്ന ചാലക്കുടി സീറ്റിനെ സംബന്ധിച്ച് പുതിയ ഒരു പേര് VD സതീശൻ അടക്കമുള്ള മറുവിഭാഗം നേതാക്കൾ മുന്നോട്ട് വച്ചു. ഒപ്പം കാസർഗോഡ് മണ്ഡലം സംബന്ധിച്ചും ആശങ്കയുണ്ട്. അത് രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ സീറ്റാണ്. ഇത്തരം സീറ്റുകൾ സംബന്ധിച്ച് പുതിയ ആൾക്കാരെ തീരുമാനിക്കണം, സിറ്റിംഗ് MPമാർ മത്സരിക്കരുത് എന്ന നിർദ്ദേശമാണ് കനകോലു മുന്നോട്ട് വെച്ചത്. ഈ കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചും K സുധാകരൻ ആശങ്കയുണ്ട് എന്നാണ് സൂചന. അദ്ദേഹം താൻ മാറി നിൽക്കുന്നു, പകരം അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായിട്ടുള്ള ജയന്തിൻ്റെ പേരാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ K സുധാകരൻ മുന്നോട്ട് വെച്ചത്. താൻ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, KPCC അധ്യക്ഷനായി തുടരുന്നതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശമാണ് K സുധാകരൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതല്ല യഥാർത്ഥ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. K സുധാകരൻ അടക്കം ഈ പറയുന്ന LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വലിയ ഒരു നിരയായി മുന്നോട്ട് പോകുന്നു. ഒരു ആദ്യഘട്ടത്തിലെ മേൽക്കൈ LDFിന് അനുകൂലമാണ്. അതുകൊണ്ട് ഈ നിലവിലുള്ള സിറ്റിംഗ് സ്ഥാനാർത്ഥികൾക്ക് പലർക്കും മണ്ഡലങ്ങളിൽ നെഗറ്റീവ് ഇമേജാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേടാൻ കഴിയില്ല എന്നൊരു അവസ്ഥ ആകെ കോൺഗ്രസിനകത്ത് വിലയിരുത്തലുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കനകോലു റിപ്പോർട്ട് വളരെ ഗൗരവത്തോടെ കോൺഗ്രസ് കാണുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വല്ലാത്ത ഒരു തർക്കം നേരത്തെ UDFിൽ നേളിച്ചത് കണ്ടിരുന്നു. അതിനുശേഷമാണ് സിറ്റിംഗ് MPമാർ ഇനി മത്സരിക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശം കൂടി വരുന്നത്. അത് പലർക്കും ബാധകവുമാണ്. അതുകൊണ്ട് ഈ ഒരു ആശങ്ക കോൺഗ്രസിനുള്ളിൽ സജീവമായി ഉയരുകയാണ്. അതുകൊണ്ട് പലരും ഈ പറഞ്ഞ K സുധാകരൻ്റെ പിന്മാറ്റത്തിന് പിന്നിലും തനിക്ക് പകരം ജയന്ത് എന്ന നിർദ്ദേശത്തിന് പിന്നിലും K സുധാകരൻ്റെ പരാജയഭീതിയാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ നമുക്ക് പുതുതായി വാർത്തയിൽ ചൂണ്ടിക്കാട്ടേണ്ടത് KPCC സെക്രട്ടറിമാരെ 77 അംഗ പാനലിലെ K സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ AICC ആണ് KPCC ഭാരവാഹികളുടെ ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇപ്രാവശ്യം ഏകപക്ഷീയമായി K സുധാകരൻ പട്ടിക പ്രഖ്യാപിച്ചു. ഇതിൽ തന്നെ വലിയ തരത്തിലുള്ള പരാതിയുണ്ട്. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാലത്തുണ്ടായിരുന്ന പലരും വീണ്ടും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. യുവ നേതാക്കൾ പട്ടികയില്ല. പരമ്പരാഗത ഗ്രൂപ്പുകാരെ പൂർണ്ണമായി തടഞ്ഞിട്ടുണ്ട്. ആരോപണ വിധേയരായിട്ടുള്ള നിരവധി പേർ പട്ടികയിലുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള പരാതി. ഈ നേതാക്കളൊക്കെ തന്നെ AICCയെ ഉടൻ സമീപിക്കും, പരാതിയുമായി പോകുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അഞ്ജന, ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.